ഒഡീസി നാളെ ഇറങ്ങുന്നുണ്ട്. പടം കാണുന്നതിന് മുമ്പ് അറിഞ്ഞിരിക്കേണ്ട ചുരുക്കം ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോ. ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യാൻ ലേറ്റായി. എൻ്റെ സൗണ്ട് ഇങ്ങനെ ഇരിക്കണത് ഇന്നലത്തെ കളിയുടെ ഇടയിൽ വിളിച്ചിട്ട് സൗണ്ടൊക്കെ പോയി. സോ ഈ ഒഡീസി നാളെ ഇറങ്ങുന്നുണ്ട്. ഒഡീസി ക്രിസ്റ്റഫർ നോളൻ്റെ ഒരു എപ്പിക് ഫാൻറ്റസി മൂവിയാണ്. ഇത് ഗ്രീക്ക് മിത്തോളജിനെ ബേസ് ചെയ്തിട്ടുള്ള സാധനമാണ്. ഒരു കംപ്ലീറ്റ് ഹിസ്റ്റോറിക്കൽ മൂവിയാണെന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ ഇവിടെ രാമായണം മഹാഭാരതമൊക്കെ ഉള്ള പോലെ തന്നെ ഗ്രീക്ക് മിത്തോളജിയിൽ ഹോമർ എഴുതിയിട്ടുള്ള 2 ബുക്സ് ഉണ്ട്, ഇലിയഡും ഒഡീസിയസ്. ഈ 2 ബുക്സിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു പടം മുഴുവനായിട്ടും എന്ന് പറയും. അതിൽ സെക്കൻഡ് ബുക്ക് കൂടുതലായിട്ട് ഈ ഇലിയഡ് എന്ന് പറഞ്ഞ ഈ ട്രോജൻ വാറിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു സാധനമായിരുന്നു. ദെൻ ഈ ഒഡീസി എന്ന് പറഞ്ഞ ബുക്കിലാണ് ഈ ഒരു ഒഡീസിയസ് എന്ന് പറഞ്ഞ ഒരാളുടെ ഒരു വോയേജ് കാണിച്ചു തരിക. സോ ഈ പടത്തിൻ്റെ ഒരു ബേസിക്സ് എന്താണെന്ന് വെച്ചാൽ ഒരൊറ്റ കാര്യം നിങ്ങൾ കണ്ടാൽ മതി. നിങ്ങൾക്ക് കുറേ കാര്യങ്ങളൊന്നും എന്താ പറയുക ഡീറ്റെയിൽ ആയിട്ട് ഇത് ഫസ്റ്റ് അഡാപ്റ്റേഷൻ ഒന്നും അല്ല. ഇതിന് മുമ്പ് ഇതുപോലെ ഒരുപാട് അഡാപ്റ്റേഷൻസ് ഈ ഒരു പടത്തിന് ബേസ് ചെയ്ത് വന്നിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് ട്രോയ് എന്ന് പറഞ്ഞ പടമുണ്ട്. നമ്മുടെ ബ്രാഡ് പിറ്റിന് ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു പടമാണ്. ആ ട്രോയ് കണ്ടാൽ മതി, നിങ്ങൾക്ക് ഇതിനെ പറ്റിയുള്ള ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഈ ഒരു പടത്തിൽ നടക്കുന്ന ഇവൻറ്റ്സിനെ പറ്റിയിട്ടല്ല, ഇതിന് മുമ്പ് നടന്ന കാര്യങ്ങളെ പറ്റിയിട്ടാണ്. അത് ഞാൻ ഈ പറഞ്ഞില്ലേ 2 ബുക്കാണ്, ഇലിയഡും ദി ഒഡീസിയം. സോ ഇലിയഡിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു ട്രോജൻ വാർ, എന്തിനാണ് ഇങ്ങനെ ഒരു യുദ്ധം നടന്നത്, ആ യുദ്ധത്തിൻ്റെ ആഫ്റ്റർ മാത്തായിട്ട് യുദ്ധത്തിൽ പങ്കെടുത്ത ഒഡീസിയസ് എന്ന് പറഞ്ഞ ഒരാൾ യുദ്ധം കഴിഞ്ഞ് തിരിച്ച് നാട്ടിലേക്ക് പോകുന്ന ഒരു കഥയായിരിക്കും നമ്മൾ ഈ പടത്തിൽ നമ്മൾ കാണാൻ പോകുക. സോ ഈ ഒരു ട്രോയുടെ അല്ലെങ്കിൽ ഈ ഒഡീസിയുടെ ഒരു ലോങ് സ്റ്റോറി ഷോർട്ട് എന്താണെന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് മര്യാദയ്ക്ക് ഇരുന്ന കുറച്ച് രാജാക്കന്മാരും രാജഭരണമൊക്കെ തന്നെയാണ്. പക്ഷെ അവിടെ ഗ്രീസിൽ ഈ സ്പാർട്ടൻ രാജാവ് ഉണ്ടായിരുന്നു, മെനലോസ് എന്ന് പറഞ്ഞ്. ഇയാൾക്കൊരു ഭാര്യയുണ്ട്, ഹെലൻ. ഈ ഹെലൻ ഓഫ് സ്പാർട്ട എന്ന് കേട്ടിട്ടുണ്ടാവുമല്ലോ. സോ ഈ സ്പാർട്ടയിലുള്ള ഹെലനെ, അതായത് മെനലോസിൻ്റെ ഭാര്യയായ ഹെലൻ ഓഫ് സ്പാർട്ടയെ പാരീസ് എന്ന് പറഞ്ഞ്, ട്രോയ് എന്ന് പറഞ്ഞാൽ അതിനപ്പുറത്ത് വേറൊരു കുറച്ച് രാജ്യമുണ്ട്, ഒരു കടൽ കടന്ന് കുറച്ച് പോകണം. അവിടെയുള്ള ഒരു ചെറുപ്പക്കാരൻ, ഒരു രാജകുമാരൻ എന്ന് വേണമെങ്കിൽ പറയാം, ഹെക്ടർ ഉണ്ട്, അയാളുടെ അനിയനാണ് ഈ പാരീസ്. സോ ഈ പാരീസ് അടിച്ചുകൊണ്ട് പോകും, അതായത് തട്ടിക്കൊണ്ട് പോയി എന്നൊക്കെയാണ് പറയുന്നത്. ഈ ഒരു ഹെലനെ കണ്ട് ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ഹെലന് പാരീസിനെ കണ്ട് ഇഷ്ടപ്പെട്ട് അവരുടെ കൂടെ പോയി എന്നൊക്കെയാണ് പറയുന്നത്. സോ ലിറ്ററലി ഈ ഹെലന് വേണ്ടിയിട്ടാണ്, ഹെലനെ തിരിച്ച് നാട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാണ് ഈ ഒരു യുദ്ധം തന്നെ തുടങ്ങുന്നത്. ഇങ്ങനൊരു സ്ട്രാറ്റജി കിട്ടിയപ്പോൾ കുറേ കാലമായിട്ട് ഈ ഒരു ട്രോയ് അറ്റാക്ക് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്ന ഗ്രീസിൽ തന്നെ വേറെ കുറേ രാജാക്കന്മാരുണ്ട്. അതിൽ തന്നെ അഗമന്നോൺ എന്ന് പറഞ്ഞൊരു വലിയ രാജാവുണ്ട്. ഈ നമ്മുടെ ഈ മെനലോസിൻ്റെ അതായത് നമ്മളെ ഹെലൻ ഓഫ് സ്പാർട്ടയുടെ ഭർത്താവിൻ്റെ അനിയൻ അല്ല ചേട്ടൻ തന്നെയാണ് ഈ അഗമന്നോൺ. സോ മൂപ്പരൊരു കുറേ ഗ്രൂപ്പ് ഓഫ് ഗ്രീക്ക് ആർമിയൊക്കെ കൂടി കൂട്ടിയിട്ട് ഈ ട്രോയിലേക്ക് യുദ്ധത്തിന് വരികയാണ്. അങ്ങനെ ആ കൂട്ടത്തിൽ വന്നിട്ടുള്ള അവരുടെ ഏറ്റവും വലിയ ഒരു സ്ട്രാറ്റജിസ്റ്റും അല്ലെങ്കിൽ ഒരു പ്രോപ്പർ വാരിയറാണ് ഒഡീസിയസ്. ഇത്താക്ക എന്ന് പറഞ്ഞൊരു രാജ്യമുണ്ട്, അവിടുത്തെ രാജാവാണ്. ഈ കുറേ കുഞ്ഞു രാജ്യങ്ങളുണ്ട് ഈ ഗ്രീസിൽ. സോ ഇവരെല്ലാവരും കൂടി യുണൈറ്റ് ചെയ്തിട്ടുള്ള ഒരു യുണൈറ്റഡ് ഫോഴ്സ്, നമ്മളിപ്പോൾ വേൾഡ് വാറിനൊക്കെ കണ്ടിട്ടില്ലേ, ഈ അലൈഡ് ഫോഴ്സും യുണൈറ്റഡ് ഫോഴ്സൊക്കെ, അങ്ങനെ ഒരു അലൈഡ് ഗ്രീക്ക് ഫോഴ്സാണ് ഈ ഒരു ട്രോയിലേക്ക് യുദ്ധത്തിനായിട്ട് വന്നിട്ടുള്ളത്. അതിൻ്റെ കൂടെ ഈ ഒഡീസിയസിന് ഈ ഒരു യുദ്ധം ജയിക്കണമെങ്കിൽ അക്കിലീസ് എന്ന് പറഞ്ഞൊരു വലിയൊരു ഗ്രീക്ക് വാരിയർ എന്നുണ്ടായിരുന്നു, ആളെയും കൂട്ടിയിട്ടാണ് ഇവരൊക്കെ കൂടി വന്നിട്ടുള്ളത്. സോ ഒരു വലിയ ഗ്രീക്ക് ആർമി വേഴ്സസ് ട്രോയ്, ഇതാണ് ഈ ഒരു പടത്തിൻ്റെ മെയിൻ പ്ലോട്ട്. സോ ഇവർ വന്ന് ഒരു 10 വർഷത്തോളം, ഏകദേശം ഒരു 10 വർഷം എന്ന് പറഞ്ഞാൽ ഒരു 9 വർഷത്തോളം ഈ ട്രോയിനെ ഇതാക്കാൻ നോക്കിയിട്ടും ഇവർക്ക് കോട്ട ഒന്നും കയറാൻ പോലും പറ്റില്ല. അത്രയും ഇംപെനിട്രബിൾ ആയിട്ടുള്ള ഒരു കാസ്റ്റിലാണ്, ഒരു കോട്ടയാണ് ഈ ട്രോയ് എന്ന് പറഞ്ഞാൽ. സോ അതുകൊണ്ട് തന്നെയാണ് ഈ ട്രോയ് അന്നത്തെ കാലത്ത് അത്രയും ഫേമസ്. എല്ലാവർക്കും ബാക്കിയുള്ള രാജാക്കന്മാർക്ക് മുഴുവൻ അത് പിടിക്കണം എന്ന് പറയുന്നത് മെയിൻ സംഭവം ഇതാണ്. സോ അങ്ങനെ ഒരു 10 വർഷം കഴിഞ്ഞിട്ടാണ് ഇവർ ഈ ഒരു ട്രോജൻ യുദ്ധത്തിൽ ജയിക്കുന്നത്. ആ ട്രോജൻ യുദ്ധത്തിൽ ജയിക്കാൻ അതുവരെ നമ്മൾ കാണാത്ത, അല്ലെങ്കിൽ ഹിസ്റ്ററിയിൽ തന്നെ വൺ ഓഫ് ദി മോസ്റ്റ് ഫേമസ് ആയിട്ടുള്ള ഒരു വാർ സ്ട്രാറ്റജിയാണ് ഇവരെടുത്തിട്ടുള്ളത്. തിരിച്ചോടുക, നമ്മൾ യുദ്ധം തോറ്റു, ഞങ്ങൾ നിർത്തി എന്ന് പറഞ്ഞ് തിരിച്ചോടുക. ആൻഡ് ആ പോകുന്ന സമയത്ത് അവരവിടെ ഒരു ട്രോജൻ ഹോഴ്സിന് ഉണ്ടാക്കി വെച്ചു. ഈ പഴയ ഗ്രീക്ക് ആൾക്കാർ ഫുള്ള് ഈ ഒരു ഭയങ്കര സൂപ്പർസ്റ്റീഷ്യസ് ആയിട്ടുള്ള ആൾക്കാരാണ്. സോ ഒരു ട്രോജൻ ഹോഴ്സിന് ഉണ്ടാക്കിയിട്ട് അദീന ദേവിക്ക് സമർപ്പണമായിട്ട് വെച്ചതാണ്. ഞങ്ങൾ യുദ്ധം കഴിഞ്ഞ് തിരിച്ച് നാട്ടിൽ പോവാണ്, സോ ഞങ്ങൾക്ക് പോണ വഴിക്കൊന്നും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവരുതെന്ന് പറഞ്ഞ് ഗ്രീക്ക് ആർമി തിരിച്ച് നാട്ടിലേക്ക് പോയി ഈ ഒരു ട്രോജൻ ഹോഴ്സിന് മാത്രം അവിടെ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടായിരുന്നു അവർ പോയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ട്രോജൻ ഹോഴ്സിനകത്ത് പക്ഷേ കുറച്ച് ഗ്രീക്ക് ആർമി, കുറച്ച് വാരിയേഴ്സ്, ഒരു 10-30 പേര് ഒളിഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. സോ ഗ്രീക്കുകാർ മുഴുവൻ രക്ഷപ്പെട്ടു പോയല്ലോ എന്ന് പറഞ്ഞ് ഈ ഒരു ട്രോജൻ ഹോഴ്സിന് മാത്രം കണ്ടിട്ടുള്ള നമ്മുടെ ട്രോയിൽ ആൾക്കാർ ഇതെടുത്ത് തിരിച്ച് അവരുടെ നാട്ടിലേക്ക് കൊണ്ടുപോകും. പക്ഷെ അന്ന് രാത്രി അതിനുള്ളിൽ നിന്ന് ഇവന്മാർ മുഴുവൻ പുറത്തു വന്നു ആ ഒരു ട്രോയ് സിറ്റി അന്ന് വീഴാണ്. ഇവിടെ ഒളിഞ്ഞിരുന്ന നമ്മുടെ ഗ്രീക്ക് ആർമി മുഴുവനായിട്ട് ഈ ഇവന്മാർ വന്ന് കയറിയതോടെ എല്ലാവരും വന്ന് കയറി ഫുൾ അടിച്ച് പരത്തി ഈ ഒരു ട്രോയ് അന്നത്തോടെ തീരും. ഇത് കഴിഞ്ഞിട്ട്, അതായത് ഇവർ വന്നത് ഒരു മാസം കൊണ്ടോ ഒരാഴ്ച കൊണ്ടൊക്കെ ട്രോയ് പിടിച്ചെടുക്കാമെന്ന് വെച്ചിട്ടാണ്. അങ്ങനെ പറ്റാതെ കഴിഞ്ഞ 10 വർഷമായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന ഈ ഒഡീസിയസ് അടക്കമുള്ള ബാക്കി എല്ലാവരും തിരിച്ച് നാട്ടിലേക്ക് പോകുന്ന സമയത്ത് ഈ ഒഡീസിയസിന് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ്
ഈ ഒരു പടത്തിൽ നമ്മൾ കാണുക. സിമ്പിളി ഇത്രയുള്ള സംഭവം. പക്ഷേ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് ട്രോജൻ വാർ എന്തിനാ നടന്നത്, എങ്ങനെയാണ് തുടങ്ങിയതെന്നുള്ളതൊക്കെ കാണിക്കുമെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ ആ ഒരു ട്രോജൻ വാറിൻ്റെ അവസാനത്തെ പീരീഡുകൾ, പ്രത്യേകിച്ച് ഈ ഒരു ട്രോജൻ ഹോഴ്സ് വെച്ചിട്ട് ആ ഒരു സീക്വൻസ് വെച്ചിട്ടായിരിക്കും ഈ ഒരു പടം തുടങ്ങുന്നത് തന്നെ. സോ ഇത്രയും കാര്യം ബേസിക്കലി അറിഞ്ഞാൽ മതി. പക്ഷേ ഇത് ഭയങ്കരധികം ഫാൻറ്റസി എലമെൻറ്റ്സ് ഒരുപാടുള്ള ഒരു പ്രോപ്പർ ഗ്രീക്ക് മിത്തോളജി സാധനമാണ്. ഗ്രീക്ക് മിത്തോളജി എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, അതിനകത്ത് മോൺസ്റ്റേഴ്സ് ഉണ്ടാവും, ഈ ഗോഡസസ് ഉണ്ടാവും, കുറേ അങ്ങനത്തെ ദൈവം, ആ ഒരു സെറ്റപ്പിലുള്ള സംഭവമാണ്. സോ ഈ പടത്തിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ ഒഡീസിയസ് തിരിച്ച് നാട്ടിലേക്ക് പോകുന്ന വഴി നമ്മൾ ഈ 10 വർഷമായിട്ട് മൂപ്പര് ഇവിടെയാണല്ലോ, ഇതേപോലെ തിരിച്ചും ഒരു 10 വർഷം എടുത്തിട്ടാണ് മൂപ്പര് നാട്ടിലെത്തുക. ആക്ച്വലി ഈ പറഞ്ഞ പോലെ ഒരു മാസമൊക്കെ മതി അങ്ങോട്ട് എത്താൻ. പക്ഷേ എന്താണ് ഒഡീസിയസിന് സംഭവിച്ചത്? മൂപ്പര് പല പല ഐലൻഡിലേക്ക് പോകും. അവിടെ വെച്ച് പല പല പ്രശ്നങ്ങൾക്ക് മൂപ്പരുണ്ടാവും. അതൊക്കെ എങ്ങനെയാണ് മൂപ്പര് ഫേസ് ചെയ്യുക, മൂപ്പര് ക്രൂ എങ്ങനെയാണ് ഫേസ് ചെയ്യുക, അറ്റ് ലാസ്റ്റ് മൂപ്പർക്ക് സ്ഥലത്ത് തിരിച്ച് നാട്ടിലേക്ക് എത്താൻ പറ്റുമോ. ഇതിൻ്റെ ഒപ്പം തന്നെ ഈ ഇത്താക്കയിൽ നിന്നും ഈ ട്രോജൻ യുദ്ധത്തിന് വേണ്ടി നമ്മുടെ ഒഡീസിയസ് വന്ന സമയം മുതലേ ഈ ആളുടെ നാട്ടിൽ മൂപ്പർക്കൊരു മകനുണ്ട്, ടെലിമാക്കസ് എന്ന് പറഞ്ഞു. മൂപ്പർ വരുന്ന സമയത്ത് ആ ചെക്കൻ ജനിച്ചിട്ട് പോലുമില്ല. തന്നെ ഒരു വൈഫുണ്ട്, പെനലോപ്പി എന്ന് പറഞ്ഞ്. ഈ പെനലോപ്പിയുടെ അടുത്ത സ്യൂട്ടർ എന്ന് പറഞ്ഞു, അതായത് ഇനിയിപ്പോൾ ഈ ചങ്ങായിൽ നിന്ന് തിരിച്ചു വരാൻ പോകണില്ല, നമ്മുടെ ഒഡീസിയസ് തിരിച്ചു വരില്ല. സോ ഇനി അടുത്ത ഭർത്താവിനെ നീ കണ്ടുപിടിക്കുകയെന്ന് പറഞ്ഞ് അവിടെയുള്ള ബാക്കി ഇത്താക്കയിലുണ്ടായിരുന്ന ബാക്കി മറ്റ് ചില ചെറിയ ചെറിയ രാജാക്കന്മാരൊക്കെ കൂടി വന്ന് മൂപ്പരുടെ വീട്ടിൽ തമ്പടിച്ച് ഈ പെനലോപ്പിയെ പ്രഷർ ചെയ്ത് കൊണ്ടിരിക്കുകയാണ്, അടുത്ത ഭർത്താവിനെ, അടുത്ത സ്യൂട്ടറിനെ തിരഞ്ഞെടുക്കുമെന്ന് പറഞ്ഞ്. സോ അങ്ങനെ ഒരു പ്രശ്നം അവിടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം അവർക്ക് രാജാവായി കഴിഞ്ഞാൽ ഇത്താക്ക ഭരിക്കാം. സോ പാരലി ഇത് രണ്ടും കൂടി ഈ ഒരു പടത്തിൽ കാണിക്കുന്നുണ്ടാവും, ഈ പെനലോപ്പിയും ടെലിമാക്കസും അനുഭവിക്കുന്ന പ്രശ്നങ്ങളും, അതേസമയത്ത് ഒഡീസിയസിന് തിരിച്ച് നാട്ടിലേക്ക് വരാൻ നടത്തുന്ന മൂപ്പരുടെ ആ ഒരു വോയേജും ആ ഒരു അഡ്വഞ്ചറും രണ്ടും പാരലി നടന്നിട്ടായിരിക്കും ഈ ഒരു പടത്തിൽ മുഴുവനായിട്ട് കാണിച്ചു തരാം. ആൻഡ് ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഈ ആ ഒരു അറ്റ്ലീസ്റ്റ് ട്രോയ് പടം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ജസ്റ്റ് ഒന്ന് റീവാച്ച് ചെയ്ത് നിങ്ങൾക്ക് ഒരു ഏകദേശം ഐഡിയ കിട്ടും, ഒരു ഏതൊക്കെയാണ് ക്യാരക്ടേഴ്സ് എന്നുള്ളത്. അതും ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പക്ഷേ ഒരു ഫൺ ഫാക്റ്റ് എന്താണെന്ന് വെച്ചാൽ, പണ്ട് ഈ ട്രോയ് പടം 2004 ഡയറക്റ്റ് ചെയ്യേണ്ടിയിരുന്നത് ക്രിസ്റ്റഫർ നോളനാണ്. വാർണർ ബ്രോസ് നമ്മുടെ മൊമെൻറ്റോ, നമ്മുടെ ഇൻസോമിനിയൊക്കെ എടുത്ത് ഇങ്ങനെ കത്തി നിൽക്കുന്ന ടൈമായിരുന്നു നമ്മുടെ ക്രിസ്റ്റഫർ നോളൻ. ആ ടൈമിൽ നോളന് കൊടുത്ത സാധനമാണ്, നോളൻ എടുത്ത് ചെയ്യുമെന്ന് പറഞ്ഞ് കൊടുത്ത സാധനമാണ്. പക്ഷേ അതേ സമയത്ത് തന്നെ അന്നത്തെ കാലത്ത് ഈ പടം, അതായത് ട്രോയ് സംവിധാനം ചെയ്ത വൂൾഫ്ഗാങ് പീറ്റേഴ്സൺ അന്ന് ബാറ്റ്മാൻ വേഴ്സസ് സൂപ്പർമാൻ എന്ന് പറഞ്ഞ് വേറൊരു പടം ഈ വാർണർ ബ്രദേഴ്സിന് വേണ്ടി ചെയ്യായിരുന്നുണ്ടായിരുന്നു. പക്ഷേ അതവർ ഷെൽവ് ചെയ്തു. ഇപ്പോൾ ചെയ്യേണ്ട, അത് ശരിയാവില്ല. അന്നവർ അതിനെ പ്രോപ്പറായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് 2 ക്യാരക്ടേഴ്സ് അങ്ങനെ വന്നിട്ടില്ല, അവർ സിനിമാറ്റിക് യൂണിവേഴ്സ് സെറ്റപ്പ് ആയിട്ടില്ല. സോ അത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞപ്പോൾ ഈ നോളൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഈ സാധനം എടുത്ത് ഈ ചങ്ങായിക്ക് കൊടുത്ത്, ഇപ്പോൾ ട്രോയ് നീ അവിടെ നിൽക്ക്, ഒരു വേറൊരാൾ ചെയ്യാണ്ടെന്ന് പറഞ്ഞ് ഈ വൂൾഫ്ഗാങ് പീറ്റേഴ്സിന് ട്രോയ് എടുത്ത് കൊടുത്ത്. മൂപ്പര് തന്നെയല്ല നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ നോളൻ അന്ന് മിസ്സായതാണ്. മൂപ്പർക്ക് കുറേ താല്പര്യം ഉണ്ടായിരുന്നു ആ സാധനം ചെയ്യണം എന്നുള്ളത്. കാരണം അധികം ആൾക്കാരും ഉണ്ട്, വേറെ കുറേ അഡാപ്റ്റേഷൻസ് ഉണ്ടെങ്കിലും നോളൻ്റെ പെർസ്പെക്റ്റീവിലുള്ള ഒരു കാഴ്ചപ്പാടിലുള്ള കുറേ സാധനങ്ങളുണ്ടല്ലോ, അത് നമുക്ക് അന്ന് കിട്ടിയില്ല. ആ ഒരു ട്രോയ് യുദ്ധത്തിൻ്റെ മൂവി, ആ ഒരു കംപ്ലീറ്റ്ലി ബാറ്റിൽ മാത്രമായിരിക്കും ഒരു പടത്തിൽ കാണിക്കുക. ഈ ഒരു വോയേജ് ഒന്നും ഉണ്ടാവില്ല, അതായത് ഈ അഡ്വഞ്ചർ ഒന്നും ഉണ്ടാവില്ല, അതിന് മുമ്പുള്ള സാധനങ്ങൾ മാത്രം. സോ ആ ഒരു പടം നമുക്ക് കിട്ടിയില്ല. പക്ഷേ അതിന് പകരമായിട്ട് ഈ ഒരു പടം എടുത്ത് പോയല്ലോ എന്ന് പകരമായിട്ട് ഒരു ഗിഫ്റ്റ് പോലെ വാർണർ ബ്രദേഴ്സ് അന്ന് കൊടുത്തൊരു പടമാണ് ബാറ്റ്മാൻ ബിഗിൻസ്. അത് പിന്നെ എന്തായാലും നമുക്കറിയാം, വാർണർ ബ്രോസിന് ഹിസ്റ്ററിയിൽ തന്നെ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ, ഏറ്റവും അധികം ഒരു എലിവേഷൻ കിട്ടിയൊരു സാധനം, പ്രത്യേകിച്ച് നോളൻ്റെ കരിയറിൽ തന്നെ കിട്ടിയ സാധനമായിരുന്നു ആ ഒരു 3 ട്രയോളജി. പൊളി സാധനമായിരുന്നു. സോ നല്ല ഡിസിഷൻ. സോ അന്ന് മൂപ്പര്, അതായത് ഒരു 10 ലിറ്ററലി ഇപ്പോൾ പറയുകയാണെങ്കിൽ ഒരു 10, 20, 22 വർഷങ്ങൾക്ക് മുമ്പ് മൂപ്പര് ചെയ്യേണ്ടിരുന്ന സാധനത്തിൻ്റെ ബാക്കിയാണ് ആക്ച്വലി മൂപ്പര് ഇപ്പോൾ ചെയ്യുന്നത്. അതായത് അന്ന് മൂപ്പര് ട്രോയ് എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ സീക്വൽ എന്തായിരിക്കും അത്. സോ ഒരു പ്രോപ്പർ കൊടുത്ത സാധനം തിരിച്ച് കിട്ടുക എന്ന് പറയില്ല, ആ ഒരു സെറ്റപ്പാണ്. സോ ഒരു സർക്കിൾ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് നോളൻ്റെ കയ്യിൽ തന്നെ വന്ന് നോളൻ തന്നെ ആ സാധനം കംപ്ലീറ്റ് ആക്കുകയാണ്. സോ ഇപ്രാവശ്യം നോളൻ ഒഡീസിയസ് ആയിട്ട് കാസ്റ്റ് ചെയ്തിട്ടുള്ളത് നമ്മുടെ മാറ്റ് ഡാമിനെയാണ്. നമുക്ക് മറ്റേ പടത്തിൽ, ഇപ്പോൾ ഈ ട്രോയ് പടത്തിലൊക്കെ നമുക്ക് നോക്കിയാൽ നമ്മുടെ ഗെയിം ഓഫ് ത്രോൺസിലെ മറ്റേ നെഡ് സ്റ്റാർക്കില്ല, ചങ്ങായിയാണ്. പിന്നെ അതിൽ അക്കിലേസ് ആയിട്ട് വന്നിട്ടുള്ളത് നമ്മുടെ ബ്രാഡ് പിറ്റാണ്. ഇതിൽ അക്കിലേസ് ആരാന്ന് പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. ദെൻ കൺഫേം ആയിട്ടുള്ള കുറച്ച് കാസ്റ്റുകളാണ്. ടോം ഹോളണ്ടിൻ്റെ ടെലിമാക്കസ്. ഈ ടെലിമാക്കസ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന മാറ്റ് ഡേമൻ്റെ, അതായത് ഒഡീസിയസിൻ്റെ മകനാണ്. ദെൻ പെനലോപ്പി ആയിട്ട്, അതായത് മൂപ്പരുടെ ഭാര്യയായിട്ട് ആനി ഹാത്വേ. ദെൻ റോബർട്ട് പാറ്റിസന് ആൻറ്റിനസ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ്. അത് ഞാനീ പറഞ്ഞ ഈ പെനലോപ്പിയുടെ സ്യൂട്ടേഴ്സ് ആയിട്ടുള്ള കുറച്ച് പേരുണ്ട്, ഈ കുറച്ച് കുഞ്ഞു രാജാക്കന്മാർ. സോ അങ്ങനെ പെനലോപ്പിയുടെ വീട്ടിൽ വന്നിട്ട്, അതായത് ഈ ഒഡീസിയസിന് വീട്ടിൽ വന്നിരിക്കുന്ന ഈ ഒരു സ്യൂട്ടേഴ്സിൽ തന്നെ ഹെഡാണ്, അവരെല്ലാം കൺട്രോൾ ചെയ്യുന്ന ഒരു രാജാവാണ് ഈ പറയുന്ന ആൻറ്റിനസ്. ഒരു പ്രോപ്പർ വില്ലൻ ക്യാരക്ടർ. ദെൻ ലൂപ്പിറ്റോ നിയോങ് ആണ് ഇതിൽ ഹെലൻ ഓഫ് ട്രോയ് ആയിട്ട് അല്ലെങ്കിൽ ഹെലൻ ഓഫ് സ്പാർട്ടയായിട്ട് വേഷം കൊണ്ടുവന്നത്. ഇത് ഭയങ്കര കോൺട്രവേഴ്സി ആയിരുന്നു. ഭയങ്കര കോൺട്രവേഴ്സി എന്ന് പറഞ്ഞാൽ ഇതായിരുന്നു കോൺട്രവേഴ്സിയുടെ തുടക്കം, കാസ്റ്റിംഗ് തന്നെ. ദെൻ വേറെയും കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. സോ ഈ പടത്തിന് ഇല്ലാത്ത കോൺട്രവേഴ്സി ഒന്നുമില്ല. ഈ അറിയാലോ, ഞാൻ അതിനെപ്പറ്റി കൂടുതലായിട്ട് ഞാൻ പറയുന്നില്ല. പക്ഷേ എന്നെ സംബന്ധിച്ച് ഇത് പടം കണ്ടാലേ എനിക്ക് അറിയുള്ളൂ എന്തിനാണ് നോളൻ അങ്ങനെ ചെയ്തത്,
ഇനി അതിൽ വല്ല പാളിച്ച മാറ്റിയിട്ടുണ്ടെന്നുള്ളതൊക്കെ നമുക്ക് പടം കണ്ടാലേ അറിയുള്ളൂ. സോ അതുകൊണ്ടാണ് ഞാൻ പ്രയോറായിട്ടൊന്നും പറയാണ്ടിരുന്നത്. വെറുതെ നമ്മളൊരാളിങ്ങനെ വെറുതെ അവിടെ നിന്ന് കേട്ട കുറേ റൂമർ വെച്ച് അതൊക്കെ ആളൊരു ക്രിയേറ്റീവ് ഫ്രീഡമാണ്. നമ്മളല്ല പടം എടുക്കുന്നത്. നോളൻ എടുത്ത പടം നമ്മൾ കാണാൻ പോകുന്നു. അല്ലാണ്ട് നമ്മൾ പറയുന്ന ആളെ വെച്ചിട്ട് നോളൻ എടുക്കാനല്ല നമ്മൾ അങ്ങനെയല്ല നമ്മളൊരു പടം കാണാറുള്ളത്. എന്താണോ ഡയറക്ടർ എടുത്തു വെച്ചിട്ടുള്ളത് അത് കാണുക. അത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാം, അത്രേ ഉള്ളൂ. പ്രത്യേകിച്ച് പടം ഇറങ്ങിയിട്ടില്ലാത്തതിന് മുമ്പ്, അതായത് ആ പടമേ ഇറങ്ങിയിട്ടില്ല ലിറ്ററലി. ഈ പടം ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ എന്താ ഇത് പടം കണ്ടിട്ട് പറയാൻ നോക്ക് എന്നാണ് എൻ്റെ ഒരു മൈൻഡ്. ദെൻ സമാധാ മോർട്ടിനുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായ സെർസിയാണ്. സെർസിനെ പറ്റി ഞാൻ കുറേ പറഞ്ഞിട്ടുണ്ട്. ദെൻ സെൻഡയാണ് അദീന ദേവിയായിട്ട് വരുന്നത്. ഒരു ഗോഡസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഈ പടത്തിൽ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് നോക്കാം. ദെൻ ചാർലിസ് തീരനാണ് കാലിപ്സോ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ. ഇതൊരു നിംഫ് ക്യാരക്ടറാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടർ. ദെൻ അഗമനുനായിട്ട് ബെന്നി സഫ്ഡിയും, മെനലോസ് ആയിട്ട് ജോൺ ബെർണഡലും. മെനലോസ് ആരാന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ദെൻ യുമേസും യൂറിക്ലിയസും എന്ന് പറഞ്ഞ വേറെ കുറേ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടേഴ്സ് ഉണ്ട്. ദെൻ മിയാഗോത്തും നമ്മുടെ ട്രാവിസ് സ്കോട്ടും ദെൻ എലിയോട്ട് പേജൊക്കെ പ്രധാന വിഷയത്തിലെത്തുന്നുണ്ട്. എലിയോട്ട് പേജിൻ്റെ ക്യാരക്ടർ എന്താണെന്ന് നമുക്ക് റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. മറ്റേ അക്കിലിസ് ആണെന്നല്ല എല്ലാവരും വിചാരിച്ചത്. അതല്ല. ഞാൻ ഈ പറഞ്ഞില്ല, എന്തെങ്കിലുമൊക്കെ പറയേണ്ടതെന്ന് വെച്ചിട്ട് ഇതിൻ്റെ ബാക്കിൽ കുറേ കോൺട്രവേഴ്സി നടന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ഈ പടത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ നോളൻ എടുക്കുന്ന ഒരു എപ്പിക് ഫാൻറ്റസി എന്നതിലപ്പുറം ഹിസ്റ്ററിയിൽ തന്നെ IMAX 70mm ഫിലിം ക്യാമറ വെച്ച് കംപ്ലീറ്റ്ലി ഷൂട്ട് ചെയ്ത ഫസ്റ്റ് പടമാണ്. വേറെ പടം ഒരു ആദ്യമായിട്ടൊന്നും വന്നിട്ടില്ല. ഒരു ഫുൾ ലെങ്ത് പടം കംപ്ലീറ്റ്ലി IMAXിൽ ഷൂട്ട് ചെയ്തിട്ടുള്ള സാധനം. നമ്മൾ ഇതിപ്പോൾ അത് പ്രോപ്പറായിട്ട് കാണേണ്ടത് IMAX 70mm തിയേറ്ററിലാണ്. ഇന്ത്യയിൽ ആ സാധനം ഇല്ല. പിന്നുള്ളത് നമുക്ക് IMAXിൻ്റെ നോർമൽ നമ്മുടെ ഉള്ള ഡിജിറ്റൽ IMAX തിയേറ്റേഴ്സാണ്. പിന്നെ ഡോൾബി സിനിമയുണ്ട്. അങ്ങനത്തെ ഏത് ഫോർമാറ്റ് കാണുമെന്ന് പറഞ്ഞ് ഇവർ തന്നെ ഒരു സൈറ്റ് ഉണ്ട്. ആ സൈറ്റിൽ കയറി നോക്കിയാൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് മനസ്സിലാവും. ഇപ്പോൾ നമ്മൾ നോർമൽ സ്ക്രീനിലും ഇപ്പോൾ IMAXിലൊക്കെ പോയെന്നാണ് വ്യത്യാസം എന്നുള്ളത്. പക്ഷേ ഇന്ത്യയിൽ IMAXിൽ ഓൾറെഡി IMAX ആണെന്ന് പറഞ്ഞ് ഇന്ത്യ IMAXിൽ നമ്മൾ പലപ്പോഴും പല സമയത്ത് ഊക്കാറുണ്ട്. ഇന്ത്യൻ IMAXിൽ ഇപ്പോൾ വന്നിട്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ DCP, അതായത് വന്നിട്ടുള്ള അതിൻ്റെ ആ ഒരു പ്രൊജക്ഷൻ ഫോർമാറ്റ് വളരെ മോശമാണെന്നാണ് കേട്ടത്. എനിക്കറിയില്ല ഇനി പടം, എനിക്കത് കേട്ടപ്പോൾ തന്നെ എൻ്റെ മൈൻഡ് പോയി. കാരണം ഞാൻ ബ്രോഡ്വേയിലൊക്കെ ഒരു 1.5-2 മാസം മുമ്പ് ബുക്ക് ചെയ്ത് വെച്ച സാധനമാണ്. ഇപ്പം പറയുകയാണ് IMAXിൽ കാണുന്നതിനേക്കാളും നല്ലത് സാധാരണ നോർമൽ 4K തിയേറ്ററിൽ കാണുന്നതായിരിക്കും. കാരണം അതിൻ്റെ അപ്പുറത്തുള്ള ഫയലാണ് ഇതിൽ വന്നിട്ടുള്ളതെന്ന്. എന്ത് മറ്റടുത്ത പരിപാടിയാണെന്ന് എനിക്കറിയില്ല. മറ്റേ IMAXിലൊക്കെ ഞാൻ മുംബൈയിലൊക്കെ നോക്കിയപ്പോൾ 2000-3000 രൂപയ്ക്കാണ് ഓരോ ടിക്കറ്റിന്. ഇത്രയും, അതായത് നമുക്കൊരു 20 പടമൊക്കെ വേണമെങ്കിൽ കാണാം ആ പൈസയ്ക്ക്. ഇത്രയും ചെയ്തിട്ട് ഇന്ത്യയിൽ IMAXിൽ ഇമ്മാതിരി പരിപാടിയാണ് ഇവർ ചെയ്യുന്നത്. എനിക്കറിയില്ല ഇനിയിപ്പോൾ പറയുന്നതാണോ ഇനി പടം വരുമ്പോൾ എന്താണെന്ന് പറയുന്ന ഒരു ഐഡിയ ഇല്ല. സോ ഇത് ഏതിൽ കാണണം എന്നുള്ളത് എനിക്കിപ്പോഴും ഡിസൈഡ് ചെയ്യാൻ അറിയില്ല. കാരണം ഞാൻ ബുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള IMAX ആണ്. ഞാൻ ഇത് വരുന്നത് ഈ കാര്യം അറിയുന്നതിന് മുമ്പ് വരെ ഞാൻ കംപ്ലീറ്റ്ലി IMAXിൽ തന്നെ കാണേണ്ട പടമാണെന്നേ പറയുള്ളൂ. പക്ഷേ ഐ ഡോണ്ട് നോ, DCP നോക്കിയിട്ട് വേണം നമുക്ക് പറയാൻ. സോ ഏത് ഫോർമാറ്റ് വേണമെന്നുള്ള ഞാൻ പറഞ്ഞു. ഇവർ തന്നെ ഒരു സൈറ്റ് ഇറക്കിയിട്ടുണ്ട്. ദെൻ വേറൊരു സാധനം ഉണ്ടായിരുന്നു, ഫേസ് യുവർ ഫേറ്റ് എന്ന് പറഞ്ഞ് നമ്മുടെ ഫേസ് കർവ് ചെയ്ത് വരും. നമ്മളൊരു സെൽഫി എടുത്ത് വിട്ടാൽ നമ്മൾ ഈ ഒരു ഒഡീസിയസിലെ അല്ലെങ്കിൽ ഈ ഒരു ഹിസ്റ്റോറിക്കൽ ഒരു മിത്തോളജിക്കൽ ക്യാരക്ടറായിട്ട് എങ്ങനെ ഉണ്ടാവുമെന്ന് പറഞ്ഞ് ജസ്റ്റ് ഒരു സാധനം ഒരു വേറൊരു സൈറ്റ് ഇവർ ഇറക്കിയിട്ടുണ്ട്. ദെൻ നമ്മൾ നോർമൽ ഗൂഗിൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുള്ളതാണ്. വലിയ കുറേ ഫേമസ് ആയിട്ടുള്ള പടങ്ങൾ വരുമ്പോൾ നമ്മളിപ്പോൾ ഈ ലാസ്റ്റ് ഓഫ് അസും നമുക്ക് മാരിയൊക്കെ വരുമ്പോൾ മറ്റേ മഷ്റൂം വന്നു. അങ്ങനെ അതേപോലെ ഇതിൽ ഈ ഒരു ട്രോജൻ ഹോഴ്സിന് ഇവർ കൊണ്ടുവരുന്നുണ്ട്. മറ്റേ വെറുതെ ഗൂഗിൾ ഒഡീസീസ് എന്ന് അത് പൊന്തി വരും. അതിൽ പിടിച്ച് ഞെക്കിയാൽ ഞാൻ പറഞ്ഞ ട്രോജൻ ഹോഴ്സിനകത്തിരിക്കുന്ന ഈ ഒരു ഗ്രീക്ക് വാരിയേഴ്സൊക്കെ തന്നെ വയറ്റിൽ നിന്ന് ചാടി വന്നിട്ട് നമ്മുടെ ടാബ് മുഴുവൻ തള്ളി നിൽക്കും. സോ ഇറ്റ്സ് എ ഫൺ തിങ്. ഒന്നും വലിയ കാര്യമൊന്നുമില്ല, പറഞ്ഞതിൻ്റെ ഇടയിൽ പറഞ്ഞതേ. മെയിനായിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ ഈ സാധനം വൺസിൻ്റെ വയൽ കിട്ടുന്ന പരിപാടിയാണ്. ഇതൊന്നും തിയേറ്ററിൽ നിന്ന് മിസ്സാക്കിയിട്ട് എന്തോ ആവട്ടെ. ഇപ്പം പലരും പല അഭിപ്രായങ്ങൾ ഈ പടത്തിനെ പറ്റി പറയും. പക്ഷേ ഇത് വിഷ്വലി നമുക്ക് എപ്പോഴെങ്കിലൊക്കെ കിട്ടുന്ന സാധനമാണ്. ഇത് തിയേറ്ററിൽ നിന്ന് മിസ്സാക്കരുത്. ഇത് നിങ്ങൾ ഫോൺ സ്ക്രീനിലോ OTTയിലോ ഒക്കെ കാണേണ്ട സാധനമല്ല. ഇറ്റ്സ് മെയ്ഡ് ഫോർ തിയേറ്റർ. പ്യുവർലി സിനിമ ലവേഴ്സിന് വേണ്ടിയിട്ട് ഒരു സിനിമ ലവർ എടുത്തിട്ടുള്ള ഒരു പ്യുവർ പീസ് ഓഫ് ആർട്ടായിരിക്കും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. നമ്മൾ ഇതുവരെ കാണാത്തൊരു എപ്പിക് ഗ്രാൻഡിയർ സ്കെയിലുള്ള ഒരു ഐറ്റമാണെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സോ മാക്സിമം എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയിട്ട് ഈ ഒഡീസി എന്നുള്ള സിനിമ കാണാൻ ശ്രമിക്കുക. ആൻഡ് നിങ്ങൾ എവിടെയാണ് ഈ പടം കാണാൻ പോകുന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ഞാൻ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഒഡീസിയസിൻ്റെ ജേർണി ഫുള്ളായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി കഴിഞ്ഞ മാസം തന്നെ ഇതിൻ്റെ ഫുൾ കഥ, അതായത് ഹോമറിൻ്റെ, ഇലിയഡിൻ്റെ, ഒഡീസിയുടെ ഫുൾ സ്റ്റോറി ഞാൻ ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു അരമണിക്കൂറൊക്കെ ഉള്ളൊരു വീഡിയോ ആണ്. അത് കണ്ടു നോക്കുക, ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടും. പക്ഷേ അതിൽ ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ സ്പോയിലേഴ്സ് ഉണ്ട്. അതായത് നിങ്ങളിപ്പോൾ ഈ കാണാൻ പോകുന്ന കാര്യങ്ങളുടെ സ്പോയിലർ ഉണ്ട്. സോ ഒഡീസിയെ പറ്റിയുള്ള നിങ്ങളുടെ പ്രതീക്ഷകൾ എന്താണെന്നുള്ളതും നിങ്ങൾ എവിടെയാണ് ഏത് ഫോർമാറ്റിലാണ് കാണാൻ പോകുന്നുള്ളതും കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. നന്ദി.